കാലവർഷം ഇങ്ങ് എത്തിയപ്പോഴേക്കും മഴക്കെടുതിയും രൂക്ഷമാണ്. ഒറ്റ ദിവസത്തെ കാഴ്ചകൾ തന്നെ നമുക്ക് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നതുമാണ്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുന്നതൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഈ മണിക്കൂറിലെ മഴ അപ്ഡേറ്റുകൾ, ഏറ്റവും പുതിയ അലേർട്ടുകൾ എന്താണ് ഒക്കെ തന്നെ നമുക്ക് വിശദമായി പരിശോധിക്കണം. മാത്രമല്ല എല്ലാ ജില്ലകളിലെയും സാഹചര്യം കൂടി നമുക്ക് നോക്കണം. ഞങ്ങളുടെ പ്രതിനിധികളെല്ലാം തന്നെ റിപ്പോർട്ടർ ആർമി തയ്യാറാണ് എല്ലാ ജില്ലകളിൽ നിന്നും. നമുക്ക് ആദ്യം റോഷിപാലിലേക്ക് പോയാൽ, കാലവർഷം എത്തിയതിന് പിന്നാലെ അതിശക്തമായ മഴയാണല്ലോ റോഷിപാൽ. എന്താണ് അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും പ്രവചനവും? കാറ്റിനും കള്ളക്കടൽ പ്രതിഭാസത്തിനും ഒക്കെ സാധ്യതയുണ്ടല്ലേ? ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ അതിതീവ്ര മഴയുടെ അലേർട്ടുള്ളത്? വിനീത, സംസ്ഥാനത്ത് കാലവർഷം ഏതാണ്ട് 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് നേരത്തെ എത്തുന്നത്. 8 ദിവസം നേരത്തെ കാലവർഷം എത്തിച്ചേർന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പറയുന്നത്. ഇത് സംസ്ഥാനത്തെ കാലാവസ്ഥാ ചരിത്രം പരിശോധിച്ചാൽ 3 വട്ടം മാത്രമാണ് ഇങ്ങനെ നേരത്തെ കാലവർഷം എത്തിയത്. അത് മാത്രവുമല്ല, കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ മഴ തുടങ്ങിയിരുന്നു. ഏതായാലും ഇന്ന് സംസ്ഥാനത്ത് 2 ജില്ലകളിൽ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അവിടെ അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്, അവിടെ തീവ്ര മഴയുണ്ടാകും. നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്, അവിടെ അതിതീവ്ര മഴയുണ്ടാകും. ഏതാണ്ട് വടക്കൻ മേഖലയിലാകെ നാളെ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് വരുന്നത്. അങ്ങനെ മറ്റന്നാൾ ഏതാണ്ട് 11 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പറയുന്നുണ്ട്. അടുത്ത 5 ദിവസത്തേക്കുള്ള പ്രവചനമാണ്. ഇതിനൊപ്പം വയനാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. അവിടെ ഈ മഴയുടെ പശ്ചാത്തലത്തിലാണ് മണ്ണിടിച്ചിൽ സാധ്യത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസം വീണ്ടും തുടങ്ങിയിരിക്കുന്നു. നാളെ രാത്രി 8:30 വരെ സംസ്ഥാനത്ത് തീരമേഖലകളിൽ മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഒടുവിൽ വന്നിട്ടുണ്ട്. കാരണം ഏതാണ്ട് 2.5 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ വരാനുള്ള സാധ്യത, അത് വലിയ അപകടമുണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ കടലിൽ 65 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. ഏതായാലും അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴ അത് വ്യാപകമായിട്ടുണ്ടാകും. മാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ടുണ്ടാകുന്നതും ഒപ്പം മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയായി ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ മുന്നറിയിപ്പായി നൽകുന്നത്. അതാണ് റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ മഴയുടെ തോത് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത്ര രൂക്ഷമായ വെള്ളക്കെട്ടുള്ളത്. നമുക്ക് അലർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് രാവിലെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നു, അതുകൂടി ഇപ്പോൾ ഓറഞ്ച് അലർട്ടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 2 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നുണ്ട്. മറ്റു ജില്ലകളിലെല്ലാം ഓറഞ്ച് അലർട്ട് ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ മഴ അറിയിപ്പുമായി വരുന്നത്. ഏതായാലും ജാഗ്രത പാലിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ പ്രേക്ഷകരും പലയിടങ്ങളിലും മഴയുണ്ടോ എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും സഹായം വേണ്ടുന്ന സാഹചര്യമുണ്ടോ, നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ എന്നൊക്കെ കമന്റ് ചെയ്താൽ നമുക്ക് ആ വിവരങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യാം. ഏതായാലും വ്യാപക നാശനഷ്ടമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കും. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെയും കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത്, തലസ്ഥാനത്ത് ജില്ലയുടെ പല ഭാഗങ്ങളിലും മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന സാഹചര്യം. കോഴിക്കോട്, പത്തനംതിട്ട, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ ഇവിടൊക്കെ വീടുകൾ പലയിടങ്ങളിലും തകർന്നു എന്ന റിപ്പോർട്ടുകൾ വന്നു. നിലമ്പൂരിലാണെങ്കിൽ പുഞ്ചക്കൊല്ലി, അളക്കൽ ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ